ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് യുവർ ടീച്ചർ ബ്രോ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. റീസെൻ്റ്ലി നമ്മുടെ ഒരു വ്യൂവർ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. എൻ്റെ കയ്യിൽ 11 ലക്ഷം രൂപ ബഡ്ജറ്റ് ഉണ്ട്, എനിക്ക് അതിനകത്ത് ടർബോ എഞ്ചിൻ വേണം, ഇത് മാനുവലായാലും കുഴപ്പമില്ല, നല്ല ഡ്രൈവിംഗ് പെർഫോമൻസ് തന്നെ എഞ്ചിൻ ഏതാണെന്ന് നിർദ്ദേശിക്കാമോ, ഏതൊക്കെ മാനുഫാക്ചേഴ്സ് കൊടുക്കുന്നുണ്ട്, ഏതൊക്കെ കാറിലാണെന്ന് നിർദ്ദേശിക്കാമോ എന്നാണ് ആ ക്വസ്റ്റ്യൻ ചോദിച്ചത്. പൊതുവെ എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ് 11 ലക്ഷത്തിന് താഴെയൊക്കെ ടർബോ എഞ്ചിൻ കിട്ടും എന്നുള്ളത്. 11 ലക്ഷത്തിന് താഴെ 6 ടൈപ്പ് ടർബോ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. പൊതുവെ ആരും കൺസിഡർ ചെയ്യാറില്ല. അപ്പം ഞാൻ പറയാൻ പോകുന്ന ടർബോ എഞ്ചിൻസ്, നിങ്ങൾ ടർബോ എഞ്ചിൻസ് വണ്ടി ഓടിക്കാൻ പോകുമ്പോൾ ഈ 6 എഞ്ചിന് നിങ്ങൾ ഓടിച്ച് നോക്കിയിട്ട് മാത്രമേ ടർബോ എഞ്ചിൻ ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് തന്നെ നമ്മുടെ മഹീന്ദ്രയുടെ എം സ്റ്റാലിൻ എഞ്ചിൻ ഉണ്ട്. എം സ്റ്റാലിൻ മൾട്ടി ടർബോ ചാർജർ FPFI എന്ന് പറഞ്ഞൊരു എഞ്ചിൻ ഉണ്ട്. പൊതുവെ എല്ലാവർക്കും അറിയാൻ പറ്റും, മഹീന്ദ്രയുടെ റീസെന്റ് ലോഞ്ച് ചെയ്ത 3XO MX1 വേരിയന്റിൽ അത് അവൈലബിൾ ആണ്. 10 ലക്ഷത്തിന് താഴെ നിങ്ങൾക്ക് ഓൺ റോഡ് വന്ന വേരിയന്റ് ആണ്. 110 PS 200 Nm ടോർക്കും തന്നെ ഈ എഞ്ചിൻ ഫസ്റ്റ് തന്നെ നിങ്ങൾ ഓടിച്ചു നോക്കാം. ലുക്ക് വൈസ് സ്പെസിഫിക് ആണ്, എല്ലാവർക്കും ആ ഡിസൈൻ ഇഷ്ടപ്പെടണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ അടുത്ത മാനുഫാക്ചേഴ്സിലേക്ക് പോവാം. ഈ എഞ്ചിൻ ഓടിച്ചിട്ട് നിങ്ങൾ അടുത്ത മാനുഫാക്ചേഴ്സിലേക്ക് പോവുക. അതായത് ജർമ്മൻ എഞ്ചിനീയറിംഗിൽ 1 ലിറ്റർ ടർബോ നമ്മുടെ റീസെന്റ് ലോഞ്ച് ചെയ്ത സ്കോഡ കൈലാക്കിൽ കൊടുക്കുന്നുണ്ട്. 114 PS 178 Nm ടോർക്കും തന്നെ ഈ എഞ്ചിൻ ട്രൈഡ് ആൻഡ് ടെസ്റ്റ് ആയിട്ടുള്ള എഞ്ചിനാണ്. എല്ലാവർക്കും അറിയാൻ പറ്റും, സ്കോഡ സ്റ്റാവിയയിലും വിർച്യൂസിലും കുഷാക്കിലും എല്ലാ ഈ എഞ്ചിനും ഓടുന്നുണ്ട്. അത് 10 ലക്ഷത്തിന് താഴെ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ റീസെന്റ് ലോഞ്ച് ചെയ്ത് ഈ കൈലാക്കിൽ മാത്രമേ ഉള്ളൂ. അത് ക്ലാസിക് വേരിയന്റിലാണ്. ഈ 2 ടർബോ എഞ്ചിൻ നിങ്ങൾ ഓടിച്ച് നോക്കാം. സ്കോഡ കൈലാക്കിന്റെ 999 cc എഞ്ചിനാണ്, മറ്റേത് 1.2 ലിറ്റർ എഞ്ചിനാണ് മഹീന്ദ്രയുടെ 1199 cc. നെക്സ്റ്റ് ടർബോ തന്നെ നമ്മുടെ ടാറ്റ തന്നെ ടർബോ, പക്ഷെ എല്ലാവരും ഇത് കൺസിഡർ ചെയ്യാറില്ല. ഈ ടർബോ എഞ്ചിൻ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഈ എഞ്ചിൻ ടാറ്റ കുറച്ചാൾ മുമ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. ടാറ്റയുടെ റെബോട്രോൺ 1.2 ലിറ്റർ ടർബോ എഞ്ചിനാണ്. എല്ലാവർക്കും അറിയാൻ പറ്റും, വോക്സ് വാഗന്റെ 1.5 ലിറ്റർ ടർബോയും 1 ലിറ്റർ ടർബോയും ഒരു ഹൈവേയിൽ 10,000 കിലോമീറ്റർ 24 hours ടെസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അതിന് എത്രയോ വർഷങ്ങൾക്ക് മുന്നേ ടാറ്റ അവരുടെ റെബോട്ടോർക്ക് എഞ്ചിനും ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. റെബോട്രോൺ അവരുടെ പെട്രോൾ എഞ്ചിനും റെബോട്ടോർക്ക് അവരുടെ ഡീസൽ എഞ്ചിനുമാണ്. അന്നൊക്കെ പ്രസ് മീറ്റിൽ അതൊക്കെ രേഖപ്പെടുത്തിയെങ്കിൽ പിന്നെ എല്ലാവരും ടാറ്റയുടെ കേസ് മറന്നതാണ്. അതിന് കാരണം പണ്ട് ടാറ്റയ്ക്ക് ഒരു ചീത്തപ്പേരുണ്ടായിരുന്നു. ടാറ്റയ്ക്ക് പെട്രോൾ എഞ്ചിൻ ഉണ്ടാക്കാൻ അറിയാൻ പാടില്ല, ഡീസൽ എഞ്ചിൻ മാത്രമേ ഉണ്ടാക്കാൻ അറിയാൻ പാടുള്ളൂ. ആ ചീത്തപ്പേര് മാറ്റാൻ വേണ്ടി ടാറ്റ ചെയ്തത് റെബോട്രോൺ എഞ്ചിൻ ഇൻട്രൊഡ്യൂസ് ചെയ്തെന്നുള്ളതാണ്. റെബോട്രോൺ നാച്ചുറൽ ആസ്പിറേറ്റർ എഞ്ചിനുണ്ട്, ടർബോ എഞ്ചിനുണ്ട്. നാച്ചുറൽ ആസ്പിറേറ്റർ ടിഗോറിലും ടിയാഗോയിലും പിന്നെ പഞ്ചിലും ഒക്കെ വന്ന ഈ എഞ്ചിൻ ടർബോ വെച്ച് കൊടുത്തത് ടാറ്റ നെക്സോണിൽ വന്ന എഞ്ചിനിലാണ്. ടാറ്റ നെക്സോണിൽ 118 PS 170 Nm വന്ന ഈ എഞ്ചിൻ ഒന്ന് നിങ്ങൾ ഓടിച്ച് നോക്കാം. പിന്നെ ഈ എഞ്ചിൻ തന്നെ അണ്ടർ റേറ്റഡ് ആക്കിയിട്ട് പവറും കുറച്ച്, അതായത് 118 PS ഈ എഞ്ചിൻ 108 PS ആക്കി 170 Nm ടോർക്കുള്ള ഈ എഞ്ചിൻ റെഡ്യൂസ് ചെയ്തിട്ട് 140 Nm ടോർക്ക് ആക്കിയിട്ട് റീസെന്റ് ലോഞ്ച് ചെയ്ത ടാറ്റ അൾട്രോസിൽ ഹൈ ടർബോ എന്ന് പറഞ്ഞ ഒരു എഞ്ചിൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ശരിക്കും ടാറ്റ പക്ഷാഭേദം കാണിച്ചു തന്നെയാണ്. ശരിക്കും മറ്റു പല മാനുഫാക്ചേഴ്സ് SUV-യിലുള്ള, അതായത് കോമ്പാക്ട് SUV-യിലുള്ള സെയിം എഞ്ചിൻ ഹാച്ച് ബാക്കിൽ കൊണ്ടുവരുമ്പോൾ ഇവരെന്ത് ചെയ്ത് സെയിം എഞ്ചിൻ കൊടുക്കാണ്ട് പവർ കുറച്ചിട്ട് ഈ ടാറ്റ അൾട്രോസിൽ കൊണ്ടുപോയി കൊടുത്തു. ടാറ്റ അൾട്രോസിന്റെ ബോഡിയൊക്കെ നല്ല ബോഡി തന്നെ, പക്ഷേ ഈ സെയിം എഞ്ചിൻ കൊടുത്തെങ്കിൽ ടാറ്റ അൾട്രോസ് കുറച്ചും കൂടി സെയിൽ നടന്നാണ്. അപ്പോൾ ഈ ഐ ടർബോവും കൂടി നിങ്ങൾ ഓടിച്ച് നോക്കാം. റെബോട്രോണിന്റെ സെയിം CC 1199 cc തന്നെ സെയിം നെക്സോണിലും അൾട്രോസിലും, പക്ഷേ പവർ റെഡ്യൂസ് ചെയ്തു. അപ്പോൾ ഈ 2 എഞ്ചിൻ ടാറ്റ നോക്കണവർ ഈ 2 എഞ്ചിനും ഒന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് കിയ സൈറോസിൽ നിങ്ങൾക്ക് ഒരു ടർബോ എഞ്ചിൻ അവൈലബിൾ ആണ്, TGDI. ഇത് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള എഞ്ചിൻ തന്നെയാണ് TGDI. 18 PS 172 Nm ടോർക്കും തന്നെ ഈ എഞ്ചിൻ നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. കിയ സെൽട്ടോസിലും കിയ സോണറ്റിലും പിന്നെ നമ്മുടെ ഹുണ്ടൈ വെന്യൂലുള്ള സെയിം എഞ്ചിൻ തന്നെയാണ് അവർ നമ്മുടെ കിയ സൈറോസിൽ കൊടുത്തത്. പക്ഷേ ഹുണ്ടൈ വെന്യൂലും കിയ സോണറ്റിലും നിങ്ങൾക്ക് 11 ലക്ഷത്തിന് താഴെ ബഡ്ജറ്റ് അവൈലബിൾ എല്ലാ വണ്ടികളും. കിയ സൈറോസിൽ നിങ്ങൾക്ക് ഈ എഞ്ചിൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും കിയ സൈറോസ് എല്ലാവർക്കും അറിയാൻ പറ്റും, ഹുണ്ടൈ i10 ഗ്രാൻഡ് നിയോസിന്റെ പ്ലാറ്റ്ഫോമിലാണ് കിയ സൈറോസ് മാനുഫാക്ചർ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ ആ ബോഡി ഡിഗ്രേഡ് ചെയ്തിട്ട് ഈ എഞ്ചിൻ വെച്ച് കൊടുത്തു. കിയ സെൽട്ടോസും കിയ സോണറ്റും ഹുണ്ടൈ വെന്യൂലും വെച്ച് ഇതിന്റെ ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ, കിയ സെറോസ് ബോക്സി ഷേപ്പാണ്, സ്പേസിലൊന്നും ഒട്ടും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. ഈ ബോക്സി ഷേപ്പ് ആകുമ്പോൾ കുഴപ്പമെന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാൻ പറ്റും, കോർണർ റിങ്ങിൽ ഇത് ഇത്തിരി ബോഡി റോള് കാണിക്കും. പക്ഷെ വെൽ കണ്ടെയ്ൻഡ് തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ അതും കൂടി ഒന്ന് ഓടിച്ച് നോക്കാം. ഈ കുറച്ചും കൂടി ബഡ്ജറ്റ് കൂട്ടണം. 11,50,000 11,70,000 ഇടയിൽ നിങ്ങൾക്ക് ഈ ഹുണ്ടൈ വെന്യൂ കിയ സോണറ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്.
ഇതും കൂടി ഒന്ന് ഓടിച്ച് നോക്കാം. സെയിം എഞ്ചിൻ വെച്ച് തന്നെ, പവറിനൊന്നും കോംപ്രമൈസ് ചെയ്തിട്ടില്ല, സെയിം എഞ്ചിനാണ്. പിന്നെ ഹുണ്ടായ് വെന്യൂ എന്ത് ചെയ്തു, ഈ ടർബോ എഞ്ചിൻ മാനുവലായിട്ട് മേക്ക് ചെയ്തു. പക്ഷേ സോണറ്റ് എന്ത് ചെയ്തു, IMT ആയിട്ട് ഇന്റലിജന്റ് മാനുവൽ ട്രാൻസ്മിഷൻ ആയിട്ടാണ് മേക്ക് ചെയ്തേക്കുന്നത് ഈ ടർബോ എഞ്ചിൻ. ഹുണ്ടായ് എല്ലാവർക്കും അറിയാൻ പറ്റും, ഹുണ്ടായ് ആണ് ഈ IMT ട്രാൻസ്മിഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത് വെന്യൂവിൽ കൊണ്ടുവന്നത്. അത് അധികം സെയിലില്ലാത്തത് കൊണ്ട് IMT അധികം സെയിലില്ല, കാരണം മാനുവലി നമ്മൾ കൺട്രോൾ ചെയ്യണം. പക്ഷേ അതിന്റെ ക്ലച്ച് കൺട്രോൾ ചെയ്യണത് CPU യൂണിറ്റ് ആണ്. ഓക്കെ, പക്ഷെ അതിന് അധികം ഈ ടർബോ എഞ്ചിൻ വെച്ചിട്ട് അധികം സെയിലും വന്നില്ല, കാരണം എഞ്ചിൻ ലാഗാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു, ഈ ബാക്കി വന്ന IMT ഗിയർ ബോക്സ് എല്ലാം കൊണ്ട് കിയക്ക് കൊടുത്തു. അതുകൊണ്ട് തന്നെ കിയക്ക് ടർബോ എഞ്ചിൻ ഉള്ളി IMT വേരിയന്റ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളൂ. മറ്റേതിൽ നമുക്ക് മാനുവൽ ട്രാൻസ്മിഷൻ അവൈലബിൾ ആണ്. അതുകൊണ്ട് ഹുണ്ടായ് വെന്യൂവിൽ കുറച്ചും കൂടി ഡ്രൈവിംഗ് ത്രില്ല് കിയ സോണറ്റിനെ അപേക്ഷിച്ചിട്ട് നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ ഈ രണ്ട് കിയ സോണറ്റും ഹുണ്ടായ് വെന്യൂ കൂടി നിങ്ങൾ ഓടിച്ചു നോക്കാം. ഇനി ലാസ്റ്റ് ആയിട്ട് സ്പെഷ്യൽ എഞ്ചിനാണ് പരിചയപ്പെടുത്താനുള്ളത്. ഈ സ്പെഷ്യൽ എഞ്ചിൻ എല്ലാവർക്കും അറിയാം, പക്ഷെ നിങ്ങൾ ആരും ഈ എഞ്ചിൻ ഓടിച്ച് നോക്കാറില്ല എന്നുള്ളതാണ് സത്യം. സിട്രോണിന്റെ പസാൾട്ടിലും C3 എയർക്രോസിലുള്ള പ്യൂർടെക് 110 എഞ്ചിൻ ഉണ്ട്. 1.2 ലിറ്റർ തന്നെയാണ്, 1199 cc എഞ്ചിൻ തന്നെയാണ്. ഈ എഞ്ചിൻ മാജിക്കൽ ആയിട്ടുള്ള ഒരു എഞ്ചിൻ തന്നെയാണ്. കാരണം 118 PS 205 ടോർക്കും തന്നെയുണ്ട് ഈ എഞ്ചിൻ. പക്ഷേ ക്ലോക്ക് ചെയ്തേക്കണ RPM 2500 RPM ആണ്. ബാക്കി എല്ലാ മാനുഫാക്ചേഴ്സും ടോർക്ക് ക്ലോക്ക് ചെയ്തേക്കുന്നത് 4000 RPM 4500 RPM. പക്ഷേ ഈ ഒരു കമ്പനി മാനുഫാക്ചേഴ്സ് ക്ലോക്ക് ചെയ്തേക്കുന്നത് 2500 RPM. ബ്രിട്ടീഷ് ഹോഴ്സ് പവർ ക്ലോക്ക് ചെയ്ത് നിങ്ങൾ നോക്കണ്ട. എല്ലാ മാനുഫാക്ചേഴ്സും 5500 RPM അല്ലെങ്കിൽ 6500 RPM 6000 RPM ക്ലോക്ക് ചെയ്യണം. അത് നിങ്ങൾക്ക് ബൈ റോഡ് നിങ്ങൾ ഹൈവേയിൽ ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുമെന്ന് ഷുവറാണ്. പക്ഷേ ഹില്ലി ഏരിയാസിൽ എപ്പോഴും ഗുണം ചെയ്യണത്, എപ്പോഴും എത്രയും ക്ലോക്ക് ചെയ്യാൻ പറ്റും, എത്രയും താഴ്ന്ന് ക്ലോക്ക് ചെയ്യാൻ പറ്റും അത്രയും നല്ലതാണ്. ഏറ്റവും താഴ്ന്ന് ടർബോ എഞ്ചിൻസിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും താഴ്ന്ന രീതിയിൽ ഏറ്റവും കുറഞ്ഞ RPM ക്ലോക്ക് ചെയ്തേക്കുന്നത് ഈ സിട്രോൺ ആണ്. അതുകൊണ്ട് തന്നെ ആ വണ്ടി നിങ്ങൾ ഏതൊക്കെ ടർബോ ഓടിച്ചാലും ഈ വണ്ടിയും കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്യാം. പസാൾട്ട് അല്ലെങ്കിൽ C3 എയർക്രോസ്. ലുക്സ് നിങ്ങൾ സബ്ജക്റ്റീവ് ആണ്, നിങ്ങൾ സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ ടർബോ എഞ്ചിൻസ് ഏതൊക്കെയാണെന്നുള്ളത് ഒരാഴ്ച കൊണ്ട് റിപ്പീറ്റ് ചെയ്യാം. ഇതെല്ലാവരും ഓർത്ത് വെച്ചേക്കുക. ഫസ്റ്റ് മഹീന്ദ്ര 3XOനെയും സ്റ്റാലിന്റെ ഒരു ടർബോ എഞ്ചിൻ ഉണ്ട് 1.2 ലിറ്റർ. സെക്കൻഡ് സ്കോഡ കൈലാക്കിന്റെ 1 ലിറ്റർ TSIയുടെ ഒരു ടർബോ എഞ്ചിൻ ഉണ്ട്. 3 ടാറ്റ നെക്സോണിന്റെ ടാറ്റ അൾട്രോസിന്റെ 1.2 റെവോൾട്ടോണ്ട ഐ ടർബോ ഉണ്ട്, റെവോൾട്ടോണ്ട 1.2. 4 നമ്മുടെ സിട്രോണിന്റെ 1.2 പ്യൂർടെക് 110ന്റെ ഒരു ടർബോ എഞ്ചിൻ ഉണ്ട്. പിന്നെ കിയ സൈറോസിന്റെ ഒരു അപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ ടർബോ എഞ്ചിൻസ് ഒന്ന് ഓടിച്ചു നോക്കാം. എന്നിട്ട് മാത്രമേ നിങ്ങൾ ഏത് ടർബോ എഞ്ചിൻ വേണമെന്ന് ചൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. പിന്നെ എന്തെങ്കിലും ഒപ്പീനിയൻ, ഇപ്പം എൻ്റെ ഒരു ഒപ്പീനിയനാണ് ഞാൻ വീഡിയോയിലൂടെ രേഖപ്പെടുത്തിയത്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയാമെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഇറ്റ്സ് യുവർ ടീച്ചർ.